ഷൂട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ചിത്രീകരണത്തിനൊക്കെ പറ്റിയൊരു പ്രദേശമാണ്. ചെലപ്രം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഗ്രാമപഞ്ചായത്തിൽ ആണ് ഈ ചെലപ്രം. ഇത് രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ബോർഡറാണ്, അതിർത്തിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കക്കോടിയും ഇവിടുന്ന് അങ്ങോട്ട് ചെളന്നൂരും. ബസ് കയറുന്ന ആ ബസ് സ്റ്റോപ്പ് ഇവിടെയൊക്കെ ഇറങ്ങുകയും ചെയ്തു. സമ്പ്രദായം കാരണം ഇപ്പോൾ ഉണ്ടാക്കിയ 3 കർഷകരെയാണ് എടുത്തു മാറ്റണം. അതിശക്തമായ ജീവിക്കുന്ന ആ മരം കോച്ചും തണുപ്പത്ത് ഡൽഹിയുടെ തെരുവ വീരത്തിന് മുന്നിൽ ജനവിഭാഗത്ത് പൂർണ്ണമായി തന്നെ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. ആ സബ്സിഡി സംവിധാനം കയറ്റം സൃഷ്ടിക്കുന്ന രൂപത്തിനകത്തേക്ക് എല്ലാ രൂപത്തിനകത്തേക്കുമുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. വാങ്ങിയെടുക്കുന്നതോടൊപ്പം തന്നെ ഇത് രണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് തമ്മിലുള്ള ഒരു ബോർഡറാണ്. അവിടെ ചളനൂർ ഗ്രാമപഞ്ചായത്ത്, ഇത് കക്കോടി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ നടന്നു വരുന്ന സുരാജേട്ടനും ടീം വരുന്ന റോഡാണിത്. ഈ ബസ് സ്റ്റോപ്പാണ് പ്രധാനമായിട്ടും ചിത്രീകരണത്തിന് ഉപയോഗിച്ചത്. അന്ന് ആ കസേല ഇടുന്ന പഞ്ചായത്തിലെ മെയിൻ ചർച്ച നടക്കുന്ന ഹോട്ടൽ ഇതായിരുന്നു. ഇന്നതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടാണ് ചർച്ചകൾ മുഴുവൻ നടത്താറ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സജിത് വിശ്വനാഥ്, സജിത് ഭക്തൻ ചാനൽ. ഇത്തവണ നമ്മൾ ഒരു സിനിമ ചിത്രീകരണ ലൊക്കേഷനിലാണുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, നിരവധി ചിത്രങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. അപ്പം നമ്മുടെ ലാലേട്ടൻ തന്നെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. അത് വളരെ നല്ലൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്. ബെൽ ഐക്കണും പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്താൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യുക. താങ്ക് യു. മുന്തിരിവള്ളികൾ തിളക്കുമ്പോൾ ചിത്രത്തിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ അവിടെ ഇതിൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ചെളന്നൂർ ഗ്രാമപഞ്ചായത്താണ്.
നമ്മളെ തൊട്ടുപുറകിൽ കാണുന്ന ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടായിരുന്നു അന്ന് ലാലേട്ടൻ ബസ് ഇറങ്ങുന്നതും കയറുന്നതൊക്കെ ചിത്രീകരിച്ചത്. ജിബു ജേക്കബ് ആയിരുന്നു സംവിധായകൻ. ഒരു ആഗസ്റ്റ് 15 വരെ ഇവിടെ ചിത്രീകരണം ഉണ്ടായിരുന്നു. 2015 അന്ന് ആണ് മോഹൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്നത്. അപ്പോൾ ഈ ചിത്രീകരണം നടന്ന ശേഷം ലാലേട്ടനും ടീമോ അങ്ങോട്ടേക്ക് പോവുകയുണ്ടായിരുന്നു. മോഹൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്വപ്ന നഗരിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഞാനും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അന്ന് വളരെ ഒരു സന്തോഷകരമായിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങിയെങ്കിലും രാത്രിയായപ്പോൾ ദുഃഖിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. നമ്മളെ പ്രശസ്ത തിരക്കഥാകൃത്ത് ടി.എ. റസാഖ് അന്ന് മരിക്കുകയുണ്ടായി. വേഷം പെരുമഴക്കാലം എന്ന വളരെ മനോഹരമായ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ദേശീയ അവാർഡുകളൊക്കെ കിട്ടിയ ഒരാളാണ് ടി.എ. റസാഖ്. ഇതേപോലെ ഒരുപാട് യോഗങ്ങളിൽ സംസാരിക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഏതാനും നിമിഷങ്ങൾ ഇവിടെയായിരുന്നു മുന്തിരിവള്ളികൾ തിളർക്കുമ്പോൾ എന്ന ചിത്രത്തിൻ്റെ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തായിട്ട് സെറ്റിട്ടത്. ലാലേട്ടൻ കുറേ ദിവസങ്ങൾ ഇവിടെ തന്നെയായിരുന്നു.
സംസാരിക്കുന്നില്ല. ആവേശം ഇറയോട്ടും ജനാധിപത്യ വിശ്വാസികൾ പോലെ കാത്തിരുന്ന ഈ രാജ്യത്തെയും ജനാധിപത്യ കേരളത്തെയും നശിപ്പിക്കാൻ ജനാധിപത്യ മുന്നണിക്കെതിരെയും ശബ്ദവും ഉയർത്തിക്കൊണ്ട് ദിവസങ്ങളിൽ പോലും